ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു മത്തി പുളിയും മുളകും. നമ്മൾ മത്തി മുളകിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വ്യത്യസ്തതയുണ്ട് മത്തി പുളിയും മുളകും. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? മത്തി പുളിയും മുളകും ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 1/2 കിലോ മത്തി നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വേണം, 100 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 50 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വാളംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാളംപുളി ഒരു 100 ഗ്രാം എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉലുവ വേണം, കറിവേപ്പില വേണം. പിന്നെ മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞത് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. നമുക്ക് അത് കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മത്തി അങ്ങ് ചേർത്ത് കൊടുക്കാം. മത്തി നല്ല വെന്ത് മത്തി പുളിയും മുളക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഏറെ കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടത്ത്. നമുക്കത് ഓഫാക്കാം. റെഡി ആയിട്ടുണ്ട്. അധികം വിട്ട് ഇളക്കി ഇനി പൊടിക്കണ്ട. മത്തി എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഗ്രേവി കണ്ടോ നല്ല കുറുകി വന്നേക്കുന്നത്. ആ തക്കാളി നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ടാണ് ഗ്രേവി ഇങ്ങനെ നല്ല കുറുകി കിട്ടിയത്. നമുക്ക് 1 പിഞ്ച് കായപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. മത്തി പുളിമുളകിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഇച്ചിരി കായപ്പൊടി 1 പിഞ്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി വെക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് മത്തി പുളിമുളക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ബെഞ്ചമിൻ വന്നിട്ടുണ്ട്. ബെഞ്ചമിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനമെന്ന്. പ്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. കപ്പ ഇല്ലടാ. ഇത് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. കപ്പ നല്ല ചണ്ടക്കപ്പയുടെ കൂടെ നല്ല സൂപ്പർ സാധനം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് സിജോ ഫ്രം ഗുഡ്വിൽ പാചകം.